നമസ്കാരം. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന സൂചനകളാണ് ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക പ്രതികരണങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. ഇത് ആഗോള വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും ആണവശക്തികളായതിനാൽ തന്നെ വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ അത് നിയന്ത്രണാതീതമാകുമെന്ന ആശങ്കയാണ് ഇതോടനുബന്ധിച്ച് വർദ്ധിക്കുന്നത്. 2016 2019 പാകിസ്ഥാൻ പിന്തുണയോടെ തീവ്രവാദികൾ ജമ്മു കാശ്മീരിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് തക്ക ഭാഷയിൽ ഇന്ത്യ മറുപടിയേകിയിരുന്നു. അന്ന് 2 തവണയും പാകിസ്ഥാനിലെ തീവ്രവാദ ലോഞ്ച് പാഡുകളിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ ഇന്ത്യയുടെ പ്രതികരണം ഒരു സർജിക്കൽ സ്ട്രൈക്കിനെ മറികടക്കും വിധമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തീവ്രവാദികൾക്കും അവർക്ക് പിന്തുണ നൽകുന്നവർക്കും സങ്കല്പിക്കാനാവുന്നതിലും അപ്പുറമുള്ള ശിക്ഷ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ സൈനിക കയറ്റം ആസന്നമാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരിക്കുന്നത് എന്നതു തന്നെയാണ്. ഇന്ത്യയുടെ ആണവ നയപ്രകാരം ഒരു രാജ്യത്തിനെതിരെയും ഇന്ത്യ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്നതാണ്. ഇന്ത്യയുടെ ഈ നയപ്രകാരം ആണവ പ്രതിരോധത്തിന്റെ കൂടുതൽ നേട്ടം പാകിസ്ഥാനാണ്. എന്നിരുന്നാലും പാകിസ്ഥാന്റെ ആണവ ബ്ലാക്ക് മെയിലിംഗിനെ ചെറുക്കാൻ ഇന്ത്യക്ക് ഒരു സുപ്രധാന തന്ത്രമുണ്ട്. അതാണ് കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തം. വൻ ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള സമയം പാകിസ്ഥാന് നൽകാതെ അതിവേഗം അതിർത്തി കടന്ന് ആക്രമണം നടത്തുക എന്നതാണ് ഇന്ത്യയുടെ ഈ സൈനിക ട്രിക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ഫസ്റ്റ് യൂസ് ആണവതന്ത്രം പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കും. അതായത് പൂർണ്ണതോതിലുള്ള യുദ്ധം ഒഴിവാക്കാനായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണ് കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ. പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യ രൂപപ്പെടുത്തിയ ആധുനിക തന്ത്രമായാണ് കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈനെ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിശകലനം ചെയ്യുന്നത്. തത്വത്തിൽ ആണവ യുദ്ധ സാധ്യത കുറയ്ക്കുന്ന തന്ത്രമെന്ന നിലയിൽ ഈ നീക്കത്തെ പല നിരീക്ഷകരും പിന്തുണയ്ക്കുന്നുമുണ്ട്. 2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റിന് നേരെ നടന്ന ഭീകരാക്രമണ സംഭവത്തിനു പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ പരാക്രമിലൂടെയാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന നൂതന സൈനിക സിദ്ധാന്തം രൂപീകൃതമായത്. രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് നടത്തിയ ആ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറെടുത്തു. എന്നിരുന്നാലും അത്തരം പ്രതികാര നടപടികൾ പ്രായോഗികമാക്കും മുമ്പ് ഇന്ത്യൻ സായുധ സേന പാക് അതിർത്തിയിൽ പൂർണ്ണമായും അണിനിരക്കുന്നതുവരെ കാത്തിരിക്കാൻ രാജ്യത്തെ പ്രതിരോധ നേതൃത്വം തീരുമാനിച്ചു. കാരണം ഇന്ത്യ പാക് അതിർത്തി മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല രാജ്യത്തെ സായുധ സേനയുടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സായുധ സേന പാക് അതിർത്തിക്ക് സമീപത്തേക്ക് എത്തും വരെ യാതൊരുവിധ ആക്രമണവും പാകിസ്ഥാനെതിരെ നടത്തേണ്ടെന്ന ആ തീരുമാനം നിലവിൽ വന്നത് പാകിസ്ഥാന് ഗുണമായി തീർന്നു. കാരണം പൂർണ്ണ സൈനിക സജ്ജരാകാൻ ഏകദേശം 3 ആഴ്ച സമയപരിധിയോളമാണ് ഇന്ത്യക്ക് വേണ്ടി വന്നത്. അപ്പോഴേക്കും പാകിസ്ഥാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ നടപടികൾ ആരംഭിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയുണ്ടായി. ഇത് രാജ്യത്തെ നിരാശയിലാഴ്ത്തി. ആ സാഹചര്യത്തിലാണ് കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ എന്ന ആശയം വളർന്നത്. ഈ തന്ത്രപരമായ സൈനിക നീക്കത്തിൽ സ്ട്രൈക്ക് കോർപ്സിന് പകരം ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്സ് അഥവാ IBGS എന്നറിയപ്പെടുന്ന ചെറുതും ത്വരിത പ്രവർത്തനശേഷിയുള്ളതുമായ സൈനിക യൂണിറ്റുകളെയാണ് സജ്ജമാക്കുക. ഈ സൈനിക യൂണിറ്റുകൾ ദീർഘദൂര മീഡിയം വെടിക്കോപ്പുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ ആയുധ സന്നാഹങ്ങൾ പരിമിതമായി പ്രയോഗിച്ചും വ്യോമാക്രമണങ്ങൾ നടത്തിയും പാകിസ്ഥാൻ സൈന്യം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന യുദ്ധ സാധ്യതകളെ തടയും. ഇതാണ് ഈ യുദ്ധതന്ത്രത്തിന്റെ പ്രായോഗിക വശം. പരസ്യ യുദ്ധ പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഇത്തരമൊരു നീക്കം നടത്താനാകുമെന്നതാണ് കോൾഡ് സ്റ്റാർട്ട് സൈനിക സിദ്ധാന്തത്തിന്റെ പ്രത്യേകത. സൈനിക സജ്ജീകരണത്തിനായുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച് 48 മണിക്കൂറിനുള്ളിൽ ആക്രമണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇത്തരം ഒരു നീക്കത്തിനാകും. ഈ തന്ത്രം പാകിസ്ഥാന് പ്രതിസന്ധികൾ ഉയർത്തുമെങ്കിലും തീവ്ര യുദ്ധ സാധ്യത കുറയ്ക്കാൻ അത് പ്രയോജനപ്പെടും. അതേസമയം ഇന്ത്യയുടെ കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തം പ്രായോഗികമാക്കുന്നതിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്ത്രപരമായ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള പാകിസ്ഥാന്റെ പ്രതിരോധ തന്ത്രമാണെന്ന വാദഗതികളും നിലനിൽക്കുന്നുണ്ട്. 2019 അന്നത്തെ പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി ഷെയ്ഖ് റാഷിദ് അഹമ്മദ് തങ്ങളുടെ പക്കൽ 127
125-നും 250 ഗ്രാമിനും ഇടയിലുള്ള ആറ്റം ബോംബുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുകയുണ്ടായി. വൻ പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾക്ക് പകരം ഇന്ത്യൻ സൈനികരുടെ കോൾഡ് സ്റ്റാർട്ട് നീക്കത്തിനെതിരെ പാകിസ്ഥാന്റെ ഫുൾ സ്പെക്ട്രം പ്രതിരോധ നയത്തിന്റെ ഭാഗമാണ് ഇത്തരം ചെറു അണുബോംബുകൾ എന്നാണ് ഷെയ്ഖ് റാഷിദ് പറഞ്ഞത്. അതിനു മുമ്പ് 2017 അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാഹിദ് ഖഖാൻ അബ്ബാസിയും ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പാകിസ്ഥാന്റെ ഇത്തരം പ്രതിരോധ തന്ത്രങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കമാകും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.